എന്നെ വെറുതെ വിടൂ. ഇപ്പോൾ എന്റെ പോരാട്ടം ക്യാൻസറുമായി. നടി രേണുസുതി പറയുന്നു. പല്ലു തേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അതെ, അവരൊന്ന് മടങ്ങി വന്നോട്ടെ, എന്നിട്ടാകാം അടുത്ത യുദ്ധം. രേണുസുതി പറയുന്നത്, ഞാൻ ഈ ക്യാൻസർ രോഗവുമായി കിടക്കുകയാണ്. എന്നിട്ടും എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ് ഈ ബ്രസ്റ്റിൽ ഒരു മുഴ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബ്രസ്റ്റിന്റെ മുഴയുടെ മുകളിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോകുന്നതായിരുന്നു. അതും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. വേദനയൊന്നുമില്ലാത്ത മുഴയായതുകൊണ്ട് വീട്ടിൽ പറഞ്ഞതുമില്ല. എത്രയോ നാളുകൾക്ക് ശേഷം സുധിച്ചേട്ടൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുൻപേ എന്റെ പഴയ ഒരുപാട് കൂട്ടുകാരി സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ അറിയാം, കാരണം ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എടി, എനിക്കിവിടെ ഒരു മുഴയുണ്ട് കേട്ടോ, വേദനയൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് അവരൊന്നും ഒരിക്കലും മറക്കില്ല. ഇതിനൊക്കെ തെളിവുകളുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ എന്നെ ഈ വേട്ടയാടുന്നത്? അല്ലാതെ എനിക്ക് പെട്ടെന്ന് ക്യാൻസർ ഉണ്ടായതോ, ഞാൻ ഈ തോന്നിവാസം കാണിച്ചിട്ട് ക്യാൻസർ ഉണ്ടായതോ അല്ല. നിങ്ങൾ RCCയിലോട്ട് ഒന്ന് പോയി നോക്കൂ. ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ അല്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരെന്ത് പാപം ചെയ്തിട്ടാണ്, എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്? ഗുണം ചെയ്തില്ലേലും ദോഷം ചെയ്യാതിരുന്നൂടെ? ഈ ക്യാൻസർ രോഗികൾ ആഗ്രഹിക്കുന്നത് മാനസികമായി അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അതെ, കൂടെ നിന്നില്ലെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.